ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ടയൊന്നും ചേർക്കാതെ കസ്റ്റാർഡ് പൗഡറും പാലും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാരമൽ പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാട്ടെ. ഈ ഒരു സമയത്തൊക്കെ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇങ്ങനെ മെൽട്ടായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ചാൽ മതി. അപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക, നേരത്തെ പറഞ്ഞ പോലെ. ഇനി ഇത് നല്ലോണം ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നല്ലോണം ഡാർക്ക് കളറാക്കി എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, പക്ഷേ കയ്പ്പ് വരും. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മോൾഡിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മോൾഡിലാണ് വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കുക. ഇനി ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കവറാകുന്ന രീതിയിലൊന്ന് ചരിച്ച് കൊടുക്കാട്ടെ. ഒന്ന് ചരിച്ച് ഇതാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് കവറാക്കി കൊടുക്കുക. പിന്നെ പെട്ടെന്ന് ഇത് കട്ടിയായി എന്നുണ്ടെങ്കിൽ ഈ ഒരു മോൾഡ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യം കൂടി നോക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. സാദാ പാക്കറ്റ് പാലാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഈക്വൽ തന്നെ ആയിട്ട് തന്നെ തൈരും കൂടെ എടുക്കുക. പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡും 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ 3 ഈക്വലായിട്ട് ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. പിന്നെ ഒരു ഇച്ചിരി വനില എസൻസും കൂടെ 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാട്ടോ. അത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാരമൽ ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മോൾഡിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട, മിൽക്ക് മെയ്ഡ് ചേർത്തതുകൊണ്ട്. അപ്പോൾ എല്ലാം നല്ല പാകത്തിന് തന്നെ ഉണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു മോൾഡ് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഒന്നും വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്യണ്ട. എന്തെങ്കിലും ഹോൾസ് ഉള്ള പ്ലേറ്റോ എന്തെങ്കിലും ഒരു മൂടിയൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മൂടി വെക്കാതെ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു സ്റ്റീമറിൻ്റെ മൂടി മാത്രം വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 20 മിനിറ്റോളം നല്ലോണം തിളച്ചതിന് ശേഷം 20 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാം ഒരു പ്ലേറ്റിലോട്ട്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിലും കസ്റ്റാർഡ് പൗഡർ ഫ്ലേവർ തന്നെ മുന്നിട്ട് നിൽക്കുന്നില്ല. മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ തൈരൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ചേർക്കാൻ നോക്കുക, അധികം പുളിയൊന്നും ഇല്ലാത്ത. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്